ആരോഗ്യവകുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന പല ഘട്ടങ്ങളിലും സ്ത്രീകളാണ്, വനിതകളാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതിൽ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. രണ്ടുപേരും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്, വലിയ പ്രമുഖ നേതാക്കളാണ്. വനിതാ നേതാക്കൾ എന്നുള്ള നിലയിൽ വളരെ വലിയ നേതാക്കളാണ്. അന്ന് ശ്രീമതി ടീച്ചറാണ് ഇത് തുടങ്ങി വെച്ചത്. പക്ഷേ ശ്രീമതി ടീച്ചറിൻ്റെ ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്നു. അവർ അത് 8 or 10 പ്രാവശ്യം എഡിറ്റ് ചെയ്തു. വീണ ജോർജിനെതിരെയുള്ള ഒളിയമ്പാണ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയും അതിനകത്ത് അവരുടെ ആദ്യത്തെ എഡിറ്റ് ചെയ്യുന്നുമുള്ള പോസ്റ്റും എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പോസ്റ്റും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ ബഹളങ്ങൾ നടക്കുകയാണ്. എന്തായാലും ശ്രീമതി ടീച്ചർ വലിയ നിശബ്ദമായി കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചു. എന്നാൽ അന്ന് വലിയ കോവിഡോ നിപ്പയോ പോലുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അതൊരു സ്മൂത്തായിട്ട് അങ്ങ് പോയി. അതിനുശേഷം ശൈലജ ടീച്ചർ വരുമ്പോഴാണ് ഇതിന് ഹൈപ്പ് ഉണ്ടാവുന്നത്. ആ സമയത്താണ് കോവിഡും നിപ്പയും ഒക്കെ വന്ന് H1N1 ഒക്കെ വന്ന് ശൈലജ ടീച്ചർ വളരെ മനോഹരമായി ഈ വകുപ്പിനെ കൊണ്ടുപോവുകയായിരുന്നു. ശൈലജ ടീച്ചർക്ക് ഒരു അവാർഡ് വരെ കിട്ടി, അന്താരാഷ്ട്ര തലത്തിൽ ഒരു അവാർഡ് വരെ കിട്ടി. അപ്പോൾ ആ അവാർഡ് വാങ്ങണ്ട, അത് പിണറായി വിജയൻ്റെ ഒരു ഈഗോയാണ്, കോംപ്ലക്സ് ആണെന്നുള്ള ചർച്ചയുണ്ട്. കാരണം അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ കേരള ഗവൺമെൻറ് എന്നുള്ള നിലയിൽ പിണറായി വിജയനാണ് അവാർഡ് കൊടുത്തിരുന്നാൽ തീർച്ചയായും പോയി വാങ്ങുമായിരുന്നു, അത് വലിയ ആഘോഷമാക്കുമായിരുന്നു. പക്ഷേ ശൈലജ ടീച്ചർ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അത് ആരുടെ അവാർഡാണ്? പ്രൈവറ്റ് ആണോ, പിന്നെ ഗ്ലോബലൈസേഷൻ ആണോ, പിന്നെ അത് മുതലാളിയാണോ, ബൂർഷയാണോ, അവർ എന്താണ് പിന്നെന്നൊക്കെ പറഞ്ഞ് കോർപ്പറേറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ് വാങ്ങാൻ സമ്മതിച്ചില്ല. എന്തായാലും ശൈലജ ടീച്ചർ മത്സരിച്ചു. പക്ഷേ മത്സരിച്ചെങ്കിലും അവർ എന്ത് സംഭവിച്ചു? അവരെ പിന്നെ MLA ആയെങ്കിലും അവർക്ക് മന്ത്രിയാക്കിയില്ല അവരെ. അത് വലിയൊരു ദുരന്തമായിരുന്നു. ഇപ്പോൾ കാലം തെളിയിക്കുന്നു. കാലത്തിന് ചില കാവ്യനീതികളുണ്ടല്ലോ. അപ്പോൾ മനോഹരമായി ജോലി ചെയ്ത, ക്രിയേറ്റീവായി ജോലി ചെയ്ത ഒരാളിനെ, അല്ലെങ്കിൽ പണിയെടുത്ത കർമ്മം ചെയ്ത ഒരാളിനെ ഒഴിവാക്കുമ്പോൾ കാലത്തിനും ചില നീതികളുണ്ട്, കാവ്യനീതി എന്നൊക്കെ പറയാം. അപ്പോൾ കാലത്തിൻ്റെ കാവ്യനീതിയാണോ ഈ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ശൈലജ ടീച്ചർ എന്തായാലും ഭംഗിയായി കൊണ്ടുപോയൊരു വകുപ്പിനെ അവരെ മാത്രമല്ല, രണ്ടാമത് അവരെ പിന്നെ ഷാഫി പറമ്പലിനെതിരെ മത്സരിപ്പിച്ച് അവിടെയും അവർ തോറ്റു. അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ കുറേ കറുത്ത പാടുകൾ വീഴുകയും ചെയ്തു. എന്തായാലും അത് കഴിഞ്ഞ് വീണ ജോർജ് വന്നു. യാതൊരു പരിചയമില്ലാത്ത വീണ ജോർജിനെ പോലെ ഒരാളിനെ എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് ഏൽപ്പിച്ചത്? വളരെ പ്രധാനപ്പെട്ട വകുപ്പല്ലേ? വിദ്യാഭ്യാസ വകുപ്പ് പോലെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ആ വകുപ്പിനെ വീണ ജോർജിനെ പോലെ ഒരു പരിചയമില്ലാത്ത ഒരു ചാനലിൽ നിന്ന് വന്ന റിപ്പോർട്ടറായിട്ടുള്ള ഒരാളിനെ മാത്രം ഈ വകുപ്പ് ഏൽപ്പിച്ചു. അവർ ഒരു ഗ്രഹപാഠവും ചെയ്തിട്ടുള്ളവരല്ല, ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചവരല്ല. അവർ ഒരു ആങ്കറായിരുന്ന് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വന്നിട്ടുള്ള ലേഡി മാത്രമാണ്, ഒരു വനിത മാത്രമാണ്. അവരെ ഏൽപ്പിച്ചു. അതവർ കുട്ടിച്ചോറാക്കുകയാണ്. എന്തെങ്കിലും അവർ അഭിപ്രായം പറഞ്ഞാൽ അതെല്ലാം വിരുദ്ധമായ കാര്യങ്ങളാണ്. അവരോട് ചക്കെന്ന് ചോദിച്ചാൽ കൊക്കെന്ന് പറയും, കൊക്ക ചോദിച്ചാൽ കടവന്ത്ര എന്ന് പറയും. അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. അവരോട് ഇന്ന് വീഴ്ചയുടെ കാര്യം ചോദിക്കുമ്പോൾ 2013 കെട്ടിടം വെച്ച കാര്യം പറയും, അല്ലെങ്കിൽ 13 മുതലുള്ള ഡേറ്റ എടുത്തുകൊണ്ട് വരും. ഇപ്പോഴാണ് മെഡിക്കൽ കോളേജിലുണ്ടായ ഇപ്പോഴത്തെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചോ ഉപകരണ ക്ഷാമത്തെക്കുറിച്ചോ ചോദിച്ചാൽ UDFന്റെ കാലത്ത് എങ്ങനെ ഇരുന്നു, അതല്ല ചോദ്യം. അത് എല്ലാവർക്കും അറിയാം, ഇവിടെ ഡേറ്റയുണ്ട്, എല്ലാവർക്കും അതറിയാം. ഇപ്പം UDFനെ ഇപ്പം തെറി പറഞ്ഞത് കൊണ്ട് വല്ല കാര്യമുണ്ട്? കാരണം UDFന്റെ കാലത്ത് കുഴപ്പമായത് കൊണ്ടാണല്ലോ, UDFന്റെ കാലത്ത് ഇതൊന്നും നടക്കാത്തത് കൊണ്ടും കൂടെ ആയിരിക്കുമല്ലോ ജനങ്ങൾ LDFനെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് നിങ്ങൾക്ക് 9 വർഷം കിട്ടിയില്ലേ? 1-2 വർഷമല്ലല്ലോ, 9 വർഷം കൈ കിട്ടിയില്ലേ? 10ാം വർഷത്തിലേക്കല്ലേ പോകുന്നത്? അപ്പോഴും നിങ്ങൾ 9 വർഷത്തിന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തൊരു ന്യായമാണ്? ഒരു ടേണാണെങ്കിൽ നിങ്ങൾക്ക് പറയാം 5 വർഷം മുമ്പായിരുന്നു അവർ ഭരിച്ചിരുന്നത്, ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. ആദ്യ വർഷം പറഞ്ഞാൽ മനസ്സിലാകും. ഇത് 9ാം വർഷം വന്നതെന്ന് പറയുകയാണ്. അത് മാത്രമല്ല, മനോഹരമായ ഒരു മന്ത്രി, 2 മന്ത്രിമാർ മനോഹരമായി കൊണ്ടുപോയി. അതിൽ ശൈലജ ടീച്ചർ വളരെ മനോഹരമായി കൊണ്ടുപോയൊരു വകുപ്പിനെ ഇത്രയും കല്ലടിച്ച പൂക്കോല പോലെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, പറയുന്നതെല്ലാം അബദ്ധങ്ങളാണ്, അവർ നാടകങ്ങളാണ് കാണിക്കുന്നത്. എന്നിട്ട് വർത്തമാനം പറയും. അവർ ഈ പാർട്ടിക്ക് ഒരു ബാധ്യതയായി വന്നിരിക്കുന്നുണ്ട്. പാർട്ടി മനസ്സിലാക്കുക, അൻവറിനെ എടുത്തത് പാർട്ടിക്ക് വലിയ ബാധ്യതയായിരുന്നു. അവസാനം എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അൻവറിനെ എടുത്തത് അദ്ദേഹത്തിന് അവസാനം വർഗവഞ്ചകൻ എന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് വിളിക്കേണ്ടി വന്നു. അങ്ങനെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോയി നിലമ്പൂരിൽ പോയി വർഗവഞ്ചകനെന്ന് അൻവറിനെ വിളിക്കേണ്ടി വന്നതിൻ്റെ പോലെ ഒരു കേസായി വലിയ ബാധ്യതയായി വന്നു. അപ്പോൾ മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും മറ്റ് സംവിധാനങ്ങളിൽ നിന്നും സ്വതന്ത്രതയൊക്കെ CPM പരീക്ഷിക്കുമ്പോൾ CPM പോലുള്ള പാർട്ടി വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇത് എങ്ങനെയാണ് വീണ ജോർജിൻ്റെ എൻട്രി എന്നറിയാം. അതൊരു ബാക്ക് ഡോർ എൻട്രിയാണ്, അതൊരു നൂലിൽ കെട്ടിയിറക്കിയ ഒരു എൻട്രി ആയിരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ 2ാമത്തെ പ്രാവശ്യം MLA ആയപ്പോൾ അവരിങ്ങനെ സ്തുതിപാഠമൊക്കെ നടത്തി. വനിതയായ ശൈലജ ടീച്ചറെ മാറ്റിയാൽ ഞങ്ങളിതാ കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ടുള്ള ചെറുപ്പമായിട്ടുള്ള മറ്റൊരു വനിതയെ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്തില്ലേ പിണറായി വിജയനും സംഘവും CPMഉം? ഇപ്പോൾ എന്തായി? വലിയ ബാധ്യതയായി. ഞാനിത് സംസാരിക്കുമ്പോൾ AKG സെൻറ്ററിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് നടക്കുന്നു. CMഉം മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാഷും MA ബേബിയും തമ്മിൽ രഹസ്യ ചർച്ച നടക്കുന്നു. എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും വീണ ജോർജിൻ്റെ
രാജിയല്ലാതെ മറ്റൊരു വിഷയവും ഉദിക്കുന്നില്ല കേരളത്തിൽ. അവർ വകുപ്പ് മാറുക, ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ വിടണമെന്നല്ല പറയുന്നത്, വകുപ്പ് മാറുക. വലിയൊരു സാധ്യത കിടപ്പുണ്ട്. ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ശിവൻകുട്ടി മാറാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വകുപ്പ് മാറ്റം, ഒരു ഷഫിളിംഗ് മൊത്തത്തിൽ നടത്തുക. അപ്പോൾ അതിൽ വീണ ജോർജിനെയും കൂടി മാറ്റുക, ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കുക. അല്ലെങ്കിൽ അപ്പർ എഡ്ജ് കിട്ടി നിൽക്കുന്ന UDF-ന്റെ കൂടെ കൂനിന്മേൽ കുരു പോലെ ഇനിയുള്ള അടുത്ത 89 മാസക്കാലം എങ്ങനെ പോകുന്നു എന്നറിയില്ല. ഒരു കാര്യം കൂടെ വീണ ജോർജിനോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 26,000 വരുന്ന സ്ത്രീകളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തോളം പേർ വരുന്നവരുടെ ആരുടെയെങ്കിലും ശാപം കിട്ടിയിട്ടുണ്ടോ, ആരുടെയെങ്കിലും പ്രാക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് കൂടി വീണ ജോർജ് ആലോചിക്കുക. പിണറായി വിജയനും അതിന് വേണമെങ്കിൽ ശുദ്ധികലശം നടത്തുക.